തെറ്റിദ്ധാരണ ശിവദാസ് ഒന്ന് തുടരും. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഈ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഏറ്റവും മോശമാണ്, അത് സ്ത്രീവിരുദ്ധമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന നാടകത്തിന് പച്ച അസംബന്ധം വേദിയിൽ വിളിച്ചു പറഞ്ഞ ഒരു നാടകത്തിന് 1-ാം സ്ഥാനം നൽകിയിരിക്കുകയാണ്. ഇത് നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ RV ബാബു? കാലങ്ങളായിട്ട് നമ്മുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ സ്പോൺസേഡ് ഹിന്ദു വിരുദ്ധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഹിന്ദു സംസ്കാരത്തെ, ഹിന്ദു സംസ്കൃതിയെ എതിർക്കുന്ന, അവഹേളിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവാർഡ് കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലും വളരെ ഗൗരവമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് വേണം യുവജനോത്സവത്തില് ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലെ ഏറ്റവും മഹോന്നത വ്യക്തിത്വങ്ങളെന്ന് കരുതപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ട് ഈ സംസ്കാരത്തെ അവഹേളിക്കുന്ന നടപടികൾക്ക് നേതൃത്വം കൊടുത്തത്. അതിലേറെ ഗൗരവമായിട്ടുള്ള കാര്യം, ഈ വളരെ ബാലികമാരായിട്ടുള്ള പെൺകുട്ടികള് 10ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ ആ കുട്ടികളെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ ആ നാടകം പോയി എന്ന് പറയുമ്പോൾ, അതിന് സർക്കാർ അവാർഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ സാംസ്കാരിക മേഖലയിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയുടെ ആഴം നമുക്ക് വ്യക്തമാകും. ഇതിൽ നമുക്ക് അത്ഭുതമില്ല. കാരണം വേടന് അവാർഡ് കൊടുത്ത ഒരു സർക്കാരാണിത്. വേടനെ പോലുള്ള മയക്കുമരുന്നിനും അതേപോലെ പെൺവാണിഭത്തിനും ഒക്കെ ആയിട്ട് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുത്ത ഒരു സർക്കാരിൽ നിന്നും ഇതല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മറുവശം നമ്മൾ കാണേണ്ടതുണ്ട്. കിതാബ് എന്ന് പറയുന്ന ഒരു നാടകം കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്കുള്ളിൽ കോഴിക്കോട് ജില്ലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് മുസ്ലിം സമൂഹത്തിനുള്ളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ പ്രമേയമാക്കി അവതരിപ്പിച്ചത്. പക്ഷേ അത് ജില്ലാ കലോത്സവത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സംസ്ഥാന കലോത്സവത്തിൽ ശ്രീ RV ബാബു, മുസ്ലിം സ്ത്രീകൾക്ക് വാങ്ക് വിളിക്കാനുള്ള അവകാശം നൽകണം എന്നതായിരുന്നു ആ നാടകത്തിന്റെ ഉള്ളടക്കം എന്നത് ആയിരുന്നു അതിന്റെ പ്രമേയം. പക്ഷെ സംസ്ഥാന കലോത്സവത്തിൽ ആ നാടകത്തിന്റെ അവതരണാനുമതി നിഷേധിക്കപ്പെട്ടു. നമ്മൾ പത്രങ്ങളിൽ വന്നു, ആ കുട്ടികൾ ആലപ്പുഴ ജില്ലയിൽ നടന്ന യുവജനോത്സവത്തിൽ നാടകം കളിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിൽ നിരാശരായി നിൽക്കുന്ന കുട്ടികളുടെ ചിത്രം പിറ്റേന്ന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ഹിന്ദു സമൂഹത്തിന്റെ സാംസ്കാരിക ബിംബങ്ങളെ അവഹേളിക്കുകയും അതിനെ ജാതീയമായി ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്ന ഇടത് ജിഹാദി തന്ത്രമാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ അരങ്ങേറിയത്. ഇത് SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും തന്ത്രത്തിന് ഇടതുപക്ഷം നിന്നുകൊടുത്തു എന്നുള്ളത് വേണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് കൊണ്ട് നടത്തിയ ഒരു ആക്രമണമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ഇത് വലിയ തോതിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വരേണ്ടത് ആവശ്യമാണ്. ഈ ഇടത് ജിഹാദി തന്ത്രങ്ങളെ തകർക്കാനും അതിനെതിരായിട്ടുള്ള മൂവ്മെന്റുകളും ശക്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ RV ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.